പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ റീടേക്ക് ഇല്ല. എല്ലാത്തിനും നിനക്ക് രണ്ടാം ചാൻസ് ഇല്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങി വരാൻ സമയമായി. ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇനി അധികം നാളുകളില്ല. രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികപരമായി, മനുഷ്യന്റെ സ്വഭാവത്തിലുമൊക്കെ പ്രകൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെയും ആ യേശു ക്രിസ്തുവിന്റെ വരവരെ വിളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് നടക്കാൻ പോകുന്ന മറ്റേത് സംഭവങ്ങളെക്കാൾ ഉപരിയായി ഒരു ക്രിസ്തുഭക്തൻ നോക്കിക്കാണുന്നത് ആ കാഹളനാദം അവൻ മുഴങ്ങുന്ന ആ ദിവസമാണ്. അത് വാതുക്കലായിരിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ കാഹളനാദം ധ്വനിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭാവപ്രവൃത്തികളോട് വിട പറഞ്ഞ് വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തൻ ഈ ഭൂമി വിട്ട് അവൻ ക്രിസ്തു വെച്ചിരിക്കുന്ന അവന്റെ സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെടും. പ്രിയരെ, ക്രിസ്തു വന്നു പോയിട്ട് രണ്ടാമത് ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കാൻ നിനക്കൊരു ചാൻസ് ഇല്ല എന്നുള്ള വാസ്തവം നിനക്കറിയണം. രണ്ടാമതൊരു ചാൻസ് ഇല്ല എന്നുള്ള സത്യം ഈ ദേശമേ ഈ ശബ്ദവരുതിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം. അതുകൊണ്ട് കർത്താവ് വരുമോ, വന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവരെ ചേർക്കുമോ എന്ന് അറിഞ്ഞിട്ട് വിശ്വസിക്കാൻ ഇരിക്കരുത്. ഇത് നിനക്കുള്ള അവസരമാണ്. ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ആർക്കുമില്ല. പക്ഷെ ഒന്നറിയാം, ഇപ്പോൾ ആയുസ്സോടിരിക്കുന്ന ഈ സമയം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഒരു നല്ല തീരുമാനം എടുക്കാൻ, ഒരു പുതിയ ചുവട് വെക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത സത്യം ശ്രമിക്കുമ്പോ പാപത്തിന്റെ പ്രവൃത്തിയോട് വിട പറഞ്ഞ് ആ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.